സോഫിയ, സോഫിയ, റോസി, റോസി, എന്താ വേണ്ടത്? ഇങ്ങോട്ടൊന്ന് വന്നേടി. റോസി എവിടെയാ അവള്? അകത്തെങ്ങാനും കാണും. എന്താ? അവളെ നീ ഇങ്ങോട്ടൊന്ന് വിളിക്ക്. വക്കച്ചന് അവളോടൊന്ന് സംസാരിക്കാനുണ്ട്. വക്കച്ചൻ എന്താ ഇപ്പൊ അവളോട് സംസാരിക്കാൻ? അവളെ കെട്ടിക്കൊണ്ട് പോകുന്ന കാര്യം സംസാരിക്കാൻ. അവൾക്ക് ഇങ്ങനെ മാരി ചെയ്യാൻ വയ്യാന്ന് കട്ടായം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ ഇനി എന്തോന്ന് സംസാരിക്കാൻ? അവൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന അവളെ കെട്ടാനങ്ങ് പുല്ലുപ്പാറ നാളെ വരുമായിരിക്കും. ആർക്കോ ഉണ്ടാകാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ കെട്ടാൻ തയ്യാറായിട്ട് വരുമ്പോ അവിടെ ഒരു ഇഷ്ടക്കേട് നോക്കുന്നു. ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് എന്റെ മോക്ക് ചൊവ്വുള്ള ഒരുത്തിനെ അന്വേഷിക്കാൻ. രണ്ടും രണ്ട് തന്തയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ മോക്ക് കൊള്ളാവുന്ന ഒരു കൊച്ചിനെ കിട്ടാൻ വരും. അതിനൊക്കെ അവള് പാവമൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ മാസത്തിനുള്ളിൽ കെട്ടിയാൽ നടത്തിക്കും. അത് സൗകര്യം ഇല്ലെങ്കിൽ പെണ്ണിനെ വല്ല അനാഥാരത്തിൽ കൊണ്ട് നിർത്തിക്കോണം. എന്റെ അപ്പച്ച വേണേൽ അവരെ കൂടെ കേറ്റായിരുന്നു. അവര് നമ്മുടെ വഴിക്ക് തന്നെ. ആരെ കൂടെ? അവര് നടന്നു പോന്നോളും. നീ ഒരുത്തിയാൻ അയൽവക്കക്കാർക്ക് പോലും കണ്ടുകൂടാതെ. അത് ചേച്ചിയാരനൊന്നുമല്ല, പിന്നെ ഡാഡിയാ അതിന് കാരണക്കാരൻ. എന്തുണ്ടാലും കുറ്റം ചാർത്താൻ ഒരു ചേച്ചി. സോളമനിച്ചായന്റെ കത്ത് ഇന്നും ഉണ്ടായിരുന്നു. പോയത് പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ കത്താ. ഇത്തവണയും സോഫിയ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അഡ്രസ് തന്നേക്കട്ടെ, നേരിട്ട് എഴുതാമല്ലോ. അയ്യോ വേണ്ട, വരുമ്പോ ഞാൻ കണ്ടോളാം. അത് മതിയോ? മതി. വരാൻ പക്ഷെ ഇനിയും വൈകും. എന്ന് വരുന്ന മറ്റോ എഴുതിട്ടുണ്ടോ? അതിനിയും ഒരു മാസം കൂടി പിടിക്കുന്ന തോന്നുന്നത്. തോട്ടം കച്ചവടം ആകാതെ പോന്നാൽ മുഴുവൻ വല്ലവരും അടിച്ചോണ്ട് പോകും. ഹൈദരാബാദിൽ നിന്ന് ഒരു പാർട്ടി വന്ന് വില പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 8 ഏക്കറിന്റെ കച്ചവടം ബാർഗനിയും കിടക്കുക. അതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് പോരാൻ നിൽക്കുക പുള്ളി. ഞാനങ്ങോട്ട് പോണ്ട്. എന്ന്? നാളെയോ മറ്റന്നാളോ പോവും. ഇന്നലെ ഇന്നും കോളേജില്ല, സമരമാ. നാളെ സമരം തീർന്നില്ലേൽ പിന്നെ അത് നീളുവന്നാ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അങ്ങോട്ടങ്ങ് വിടും. എന്തേലും പറയാനുണ്ടോ? ഞാനിത് ചോദിക്കാതെ എന്നാൽ ചിലപ്പോ പുള്ളി എന്നെ പള്ളു പറയും. ഞാൻ എഴുതി തന്നോളാം.
അവിടെ നിൽക്കില്ല. മിസ്സി വാട്ട് മാൻ? നത്തിങ് മാൻ. 3-4 ദിവസമായി കോളേജില്ല. ആ സമരം കുത്തുകൊണ്ട് ആശുപത്രി കിടന്നൊരു സ്റ്റുഡന്റ് ചത്തു. അതുകൊണ്ട് ഇനി നീളും. നേരെ മാവേലിക്കരിക്ക് വെച്ചിരിക്കാതെ ഇങ്ങോട്ടേക്ക് പോരാൻ തോന്നിയല്ലോ. അതേതായാലും നന്നായി. കൃഷ്ണപ്പാ ಇಲ್ಲಿ ಕೆಲಸ ಆಗದ ಮೇಲೆ ನೀವು ಊಟ ಮಾಡಿಬಿಟ್ಟು ತೋಟದಲ್ಲಿ ಹೋಗಿ, ನಾನು ಅಲ್ಲಿಗೆ ಬರ್ತೀನಿ. ವಾ, ಕುಳಿಸಿ ಡ್ರೆಸ್ ಹಾಕೊಂಡು ಮಾರ. ഈ പുള്ളിയെ പിടികിട്ടിയോ? ബന്ധക്കാരനെന്ന് മനസ്സിലായി. ബന്ധക്കാരനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നേരെ അമ്മാവന്റെ മോൻ, അമ്മയുടെ ചേട്ടന്റെ മോൻ. അപ്പൊ ഈ പുള്ളിയാ നാട്ടിൽ നിന്ന് മൈസൂർ വന്നു പഠിക്കുന്നത്? അത് തന്നെ, മിസ്റ്റർ ആന്റണി ജോസഫ്. അപ്പൊ എന്നെ പറ്റി സോളമനിച്ചാൻ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പിന്നല്ലാതെ ഇവിടെ എല്ലാം പറയാനെന്ന് പറഞ്ഞാ പറയാനാകെ മാത്തച്ചായനേ ഉള്ളൂ എനിക്കിവിടെ. അല്ലേ മാത്തച്ചായ? ഈ പാല് കൊടുക്കുവാണോ? പിന്നല്ലാതെ കുളിക്കാനാണോ? ഇങ്ങനെ കാശുണ്ടാക്കാൻ തുടങ്ങിയാൽ സാറേ കണക്കിന് പാല് കുളിക്കുകയും ചെയ്യും. കാശ് ഉണ്ടാക്കാനുള്ള വകുപ്പുകളാണേ വേറെ ഉണ്ട്. ആ ഏരിക്കപ്പുറത്ത് നല്ല അസലൊരു പൗൾട്രി ഫാം കിടപ്പുണ്ട്. ഇപ്പൊ 20,000 കോഴി വരും. 1,00,000 വരെ കോഴികളെ ഞാൻ അവിടെ വളർത്തിയിട്ടുണ്ട്. വാ കാണിച്ചു തരാം. മമ്മയുടെ വിചാരം ഞാനിവിടെ ഒരു ബൊഹീമിയൻ സ്റ്റൈലിൽ കളിച്ചു നടക്കാറുണ്ട്. ഇതിന് വെളുപ്പുണ്ടാവോ? അത് വേണ്ട, വാ. ആ ഇവൻ ഒരുമാതിരി റൈപ്പാ. ആ ഇവൻ സ്വീറ്റ്. ആ നിൽക്കുന്ന പഴുത്ത. ആന്റണി ഇങ്ങോട്ടാ പോരുന്നുള്ള കാര്യം സോഫി അറിഞ്ഞായിരുന്നോ? ആ അങ്ങനെ വാമയിലേ. ഞാനിത് എപ്പോഴാ ചോദിക്കുന്നത് നോക്കിയിരിക്കായിരുന്നു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? ഇതാ. എനിക്കാണോ? അല്ല, മിസ്സിക്ക്. ഇതാ പിടിച്ചോ. ഏയ് വൈകിട്ടേത് അഞ്ച് 6 7 8 ഷാ. ഈ പെമ്പിള്ളേർക്ക് പ്രേമം കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോട. എന്തോന്നാ ഈ 5 6 7 ഷാ? വാ, നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കുമോ നോക്കാം. എന്താ എന്താ ഞാൻ എന്റെ പ്രിയന് വേണ്ടി വാതിൽ തുറന്നു. വായിക്കടാ. എന്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവരെന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. ഇതെങ്ങനെ ഇതിന്റെ ഒരു കോഡ്? ശാശി ഇപ്പോ 4 6 എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടുന്നേ? ഈടാ മണ്ട നസ്രാണി. ഷാ എന്ന് പറഞ്ഞ ശലമോൻ, സോളമൻ. ഞാനല്ല, സാക്ഷാൽ കിങ് സോളമൻ. ശലമോൻ 5-ാം ഗീതം, ലൈൻസ് 6 7 8. നേരാണല്ലോ. അപ്പൊ ഇച്ചായോ നമ്മളെ കൊണ്ട് ക്ലീൻ മാമാപ്പണി ജയിച്ചളഞ്ഞല്ലോ. വെറുതെ കിളിച്ചാ പോരാ, കമ്മീഷൻ തരണം. കമ്മീഷൻ ഉണ്ട്.
ഇന്ന് മിസ്റ്റർ ആന്റണി ജോസഫ് സാറിന്റെ വെള്ളോടി ഉദ്ഘാടന ദിവസമാണ് മാത്തച്ച. ആണോ കുഞ്ഞെ? ദ വെരി ഫസ്റ്റ് ബോട്ടിൽ അല്ലേ? ദാ ദൈവങ്ങളെയൊക്കെ മനസ്സിലോർത്ത് നന്നായിട്ട് കുലുക്കിയിട്ട് ഓപ്പൺ ചെയ്തോ. കുലുക്കിട്ടോ? ആ ഇങ്ങനെയോ? ശരിക്ക് നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട്. എങ്കിലേ പതഞ്ഞെല്ലാം കൂടെ എന്റെ മുഖത്തേക്ക് തെറിക്കുള്ളൂ അല്ലയോ? അപ്പ അറിയാ. അല്ലേ ലിച്ചായൻ പറഞ്ഞല്ലേ? അയ്യോ ഇതിവിടെ അടുത്ത് കിട്ടത്തില്ല. ചിയേഴ്സ് കുഞ്ഞെ. The man cub must be found, man. How interesting. The one I was taking to the man's village. Good. Now, sir, if you don't mind, we'd like to... കഴിയുന്നത് ആ കൊച്ചയാൾ ഒഴിവാക്കും. വീട്ടിൽ അയാൾ മാത്രം ഉള്ളപ്പോ അത് വീട്ടിന് പുറത്തെവിടെങ്കിലും വന്ന് പരിങ്ങി നിൽക്കും. വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പാടില്ലാത്തായിട്ട് എന്തെങ്കിലും? ആന്റണിയോട് ഞാൻ ഒരു കാര്യം പറയും. അതാരോടും പറയാൻ പാടില്ല. ഇല്ല. മമ്മയോ മേരിയോ അറിയരുത്. ഇല്ല. ഒരു കാരണവശാലും മമ്മ അറിയരുത്. ഇല്ല ചായ. ആ കുട്ടി പൈലോക്കാരന്റെ മോളല്ല. പിന്നെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അവളുടെ അപ്പം വേറെ. എലിസബത്ത് മാത്രമേ ഉള്ളൂ അയാളുടെ മോളായിട്ട്. ഇതിപ്പോ റീതാമാവി അറിഞ്ഞാൽ ആ കുഴപ്പമാവുമല്ലോ. കെട്ടാനാണെങ്കിൽ സമ്മതിക്കാൻ. മമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. മമ്മയ്ക്ക് ആ കുട്ടിയെ ഇഷ്ടമാ. പിന്നെ അങ്ങേര് ഉടക്കുണ്ടാക്കും. മിസ്റ്റർ പൈലോ എന്തിനാ ഉടക്കുന്നത്? അങ്ങേര് അടിനാവിക്കിട്ട് തൊഴിച്ചേച്ച്. ആരുടക്കിയാലും ആരെതിർത്താലും ഞാൻ അവളെയും കൊണ്ടുവരുവടാ. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ഇവിടെ ഞങ്ങൾ രാപ്പാർക്കും. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളി തളിർത്തോന്നും മാതളതാരവും പൂത്തോന്നും ചെന്ന് നോക്കും. ഒരു ബീറും കൂടെ. അയ്യോ, ഇപ്പോഴേ തലയ്ക്ക് പിടിച്ചു. ഇനിയും കുടിച്ചാൽ ഞാൻ ഇവിടെയൊക്കെ ഛർദ്ദിച്ചു വയ്ക്കും. അപ്പൊ ആന്റണി സാർ ഇവിടെ കിടന്നോ? നിനക്ക് ഉറക്കം വരുന്നുണ്ട്? ആ, കുറേശ്ശെ. കുറേശ്ശെ ഒന്നുമല്ല, പറന്നാ കോട്ടുക കീറുന്നത്. കള്ള് തലയ്ക്ക് പിടിച്ചു. ഗുഡ് നൈറ്റ്. ആ, ഇത് ഓഫ് ചെയ്തോളൂ. ഓഫ് ചെയ്തേരെ, ബോറ്. ഏതാ, ഇതാണോ? എടാ, ഇത് കിങ്കോങ് ആടാ. എന്തോന്ന് കിങ്കോങ്? മറ്റവൻ ഒരെണ്ണമുണ്ട്, കാണുന്ന. ഏവൻ? എവിടെ എവിടെ? ഓ, ഒറ്റ അവര് കിങ്കോങ് പോലെ മറ്റവൻ കാണാം. എന്താ ഇത് വെറുതെ പറഞ്ഞെളുപ്പിക്കാതെ കൊണ്ടേലെടുത്താ? ഇവരൊരു സോഫ്റ്റ് വകുപ്പിൽപ്പെടും. തീരെ മറ്റവനല്ല, അങ്ങൊക്കെ അല്പം സ്വല്പം ഉണ്ട്. സിൽവിയ ക്രിസ്റ്റലിന്റെ ഭയങ്കര പോണോ സ്റ്റാർ അവള്. അസാധ്യ ബ്യൂട്ടി ആയിരിക്കും. അസാധ്യ ഫിഗറാ. ഇതവളുടെ നല്ല ഫിലിംസിലൊന്നാ. ശരി, ഗുഡ് നൈറ്റ്.
യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിലപ്രാക്കളില്ലേ. മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിലപ്രാക്കളില്ലേ. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിർച്ചൂടി വരാം. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിനിൻ കുളിർമാറിൽ സഖി. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിനിൻ കുളിർമാറിൽ സഖി. തരളാദ്രമിതാ തലചായ്ക്കുകയായി വരു സുന്ദരിയൻ മലർച്ചയ്യയിൽ. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ.
നേരം വെളുത്തോ? ഇല്ല. എങ്ങനെ ഇരുന്നു സിൽവിയ ക്രിസ്റ്റൽ? ഞാൻ ഫാമിലേക്ക് പോവാ, വരുന്നോ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാനും വരിക. 2 ദിവസം ഇവിടെ താമസിച്ച് ഈച്ചാന്റെ ഇവിടുത്തെ ഇടപാടിൽ എന്തൊക്കെ നിറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. വാ.